ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗ വാർത്തയിലൂടെ അതിൻ്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഒപ്പം നടന്ന ഒപ്പം ജീവിച്ച മനുഷ്യർ ഹൃദയം പൊട്ടി നെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനിവാസിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, കൊച്ചിയിലെ വീട്ടിൽ തന്നെയാണ് സംസ്കാരം നടത്തുന്നത്. കൊച്ചിയിലേക്ക് എത്തിക്കും. നാളെയാണ് സംസ്കാരം. ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിൽ നിന്നും ജെയിനസ് രാജു ചേരുകയാണ്. ജെയിൻ, ശ്രീനിവാസൻ എന്ന് പറയുന്നത് കണ്ണൂർക്കാരനാണെങ്കിലും കണ്ണൂർ പാട്യത്ത് വളർന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അദ്ദേഹം പലപ്പോഴും സംസാരിച്ച് അവിടെ നിന്ന് ഊന്നി നിന്നുള്ളതാണെങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിന്റെ ജീവിതം കൊച്ചിയിലാണ്. കൊച്ചിയിലെ വീട്ടിലേക്ക് അവസാനമായി അദ്ദേഹം തിരികെ എത്തുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരു 20 മിനിറ്റോളം സമയം വേണ്ടിവരുമെന്ന് അറിയുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? അക്ഷയ, വീട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ അയൽവാസികളും മറ്റാളുകളും ഉണ്ട്. സിനിമാ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുദർശനത്തിൻ്റെ ഭാഗമായ ആളുകളോ ഇതുവരെ എത്തിത്തുടങ്ങിയിട്ടില്ല. പക്ഷേ നമുക്കറിയാം, മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ടൗൺ ഹാളിൽ അവസാനമായി ഒന്ന് ശ്രീനിവാസിനെ കാണാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു സമയം ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ശ്രീനിവാസിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ടൗൺ ഹാളിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം മൃതദേഹവുമായി ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. മകൻ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരുമക്കളും കൊച്ചുമക്കളും അടക്കമുള്ളവർ ഇപ്പോൾ ഈ മൃതദേഹത്തോട് അല്ലെങ്കിൽ ടൗൺ ഹാളിലെ പൊതുദർശന ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീനിവാസിൻ്റെ കണ്ടനാടുള്ള വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 4:45 മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു വിപുലമായിട്ടുള്ള ആളുകളുടെ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനിവാസിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു ഏറെ നല്ല കാലം കഴിച്ചുകൂട്ടിയ ഒരു വീടാണ്. ഇതിന് സമീപത്താണ് അദ്ദേഹം കൃഷി ചെയ്യുകയും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ പിൻവശത്ത് ഒരു നെൽപ്പാടശേഖരമുണ്ട്. അവിടെ അദ്ദേഹം ജൈവ കൃഷി നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി ചേർന്ന് നിന്ന ഒരു വീടാണ്. അങ്ങോട്ടേക്കാണ് അവസാനമായി ശ്രീനിവാസൻ വീണ്ടും എത്തുന്നത്. പ്രമുഖ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി അടക്കമുള്ളവർ നേരത്തെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ടൗൺ ഹാളിലും എത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ, ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. കൊച്ചിയിലാണെങ്കിലും ആ വീടിൻ്റെ അന്തരീക്ഷമാണ്. അതായത് ശ്രീനിവാസൻ സിനിമകളിലുള്ള പോലെ തന്നെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം പിന്തുടരുന്ന കാര്യങ്ങൾ അതുറക്കെ ശക്തമായിട്ട് എവിടെയും പരസ്യമായി പറയുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു. കൊച്ചിയിൽ സാധാരണഗതിയിൽ ഈ താരങ്ങളൊക്കെയും സിനിമാക്കാരൊക്കെയും കൊച്ചിയിലേക്ക് മാറി താമസിക്കുമ്പോൾ കൊച്ചിയുടെ ഏറ്റവും ഹൃദയഭാഗത്തേക്ക്, ഈ സ്മാർട്ട് നഗരമായിട്ടുള്ള കൊച്ചിയുടെ അവിടെ ടൗൺ ഏരിയയിൽ അല്ലെങ്കിൽ സിറ്റിയിൽ തന്നെ താമസിക്കുക, അവിടെ ഫ്ലാറ്റുകളിലേക്കൊക്കെ ചേക്കേറി നമ്മൾ കാണുമ്പോൾ അദ്ദേഹം നേരത്തെ ജെയിൻ സൂചിപ്പിച്ച പോലെ തന്നെ വയലും പാടവും ഒക്കെ ഉള്ള ഇടത്ത് ആ വീട്ടിൻ്റെ ചുറ്റുപാടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിയിലാണെങ്കിൽ പോലും അവിടെ ആ തരത്തിൽ എല്ലാ ഗ്രാമഭംഗിയും അതേ ചുറ്റുപാടുകളെ ചേർത്തുകൊ അല്ലെങ്കിൽ പരിസ്ഥിതിയോട് ഇണങ്ങി പ്രകൃതിയോടെ സ്നേഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അതിൻ്റെ കൂടി നേരെ സാക്ഷ്യമാണ് നമ്മൾ കാണുന്ന ആ വീട്. തീർച്ചയായിട്ടും ഇതൊരു നഗരപ്രദേശം എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ശ്രീനിവാസൻ ഇവിടെ താമസമാക്കുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും ഒരു ഗ്രാമപ്രദേശം തന്നെയായിരുന്നിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് നഗരം വികസിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊരു നഗരത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ശ്രീനിവാസൻ ഇവിടെ താമസം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇത് പൂർണ്ണമായും ഒരു ഗ്രാമപ്രദേശം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം, മുളന്തുരുത്തിക്ക് സമീപമാണ് ഈ സ്ഥലം. കൊച്ചി നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ടൗൺ ആണെന്ന് പറയാൻ കഴിയില്ല. ഏതാണ്ട് ഒരു 5-6 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രദേശം ഒരു നഗരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഗ്രാമപ്രദേശത്തെ തേടിയെത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
അതിവിടെ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജൈവ കൃഷി. ഒരുപക്ഷെ നെൽപ്പാടങ്ങൾ അന്യമായിക്കൊണ്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്ത് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും അത് ജൈവ കൃഷി ആയിരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ രാഷ്ട്രീയം പറഞ്ഞത് മാത്രമല്ല, നമുക്കറിയാം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇടത് പക്ഷത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്നു എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ പോലും അദ്ദേഹം കടുത്ത ഭാഷയിൽ കണ്ണൂരിലുണ്ടാകുന്ന തുടർച്ചയായ രാഷ്ട്രീയാക്രമങ്ങളെയും കൊലകളെയും കുറിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് വിഷരഹിതമായിട്ടുള്ളൊരു ഭക്ഷ്യ സംസ്കാരം നമ്മുടെ ഇടയിൽ പ്രാവർത്തികമാകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില സമീപനങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ. എവിടെയെങ്കിലും ഒരു ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ടെങ്കിൽ അവിടെ മുഖ്യ അതിഥിയായി എത്തുന്നത് ശ്രീനിവാസനാണ്. അപ്പോൾ അത്രത്തോളം ആ വിഷയത്തിൽ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അതേ സമീപനം തന്നെയാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി അവസാനമായി ശ്രീനിവാസൻ തൻ്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്തും. ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടി.എൻ. പ്രതാപിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ശ്രീനിവാസിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളുമാണ് ജെയിൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലേക്കൊക്കെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റോളം സമയമെടുക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനായി. ജെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനിവാസിന്റെ കഥയും തിരക്കഥയും സിനിമയും ഒക്കെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും പ്രത്യേകതകൾ ഏറെ നിറഞ്ഞതായിരുന്നു. പറയേണ്ടടുത്ത് എന്താണോ പറയേണ്ടത് കൃത്യമായി പറയും. ആരെയും ഏതെങ്കിലും തരത്തിൽ ആളുകളെ സോപ്പിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ആളുകളെ ഏതെങ്കിലും തരത്തിൽ പുകഴ്ത്തി പറയാനോ ഒന്നും തയ്യാറാകാതെ തനിക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയുകയും. നേരത്തെ കമൽഹാസൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില കലാകാരന്മാർ അവരെ രസിപ്പിക്കും, ചില നടന്മാർ രസിപ്പിക്കും, ചിലർ കാണുന്ന ആളുകളെ പ്രബുദ്ധരാക്കും, ചിലർ പ്രകോപിതരാക്കും. അങ്ങനെ എല്ലാം ഒരുപോലെ ചെയ്ത ആളായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ്. അതാണ് ശ്രീനിവാസന്റെ പ്രത്യേകതയും.